അമൽ, ഈ UDF സർക്കാരിന്റെ അപ്രഖ്യാപിത പവർ കട്ടിൽ പ്രതിഷേധിച്ചാണ് ഇപ്പോൾ CPM കേരളത്തിലുടനീളം പൊതുസ്ഥലങ്ങളിലടക്കം ഇപ്പോൾ മെഴുകുതിരി കത്തിച്ച് പ്രതിഷേധിക്കുന്നത്. കൊച്ചിയിൽ നിന്നുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ്? അവന്തിക, തീർച്ചയായും അതായത് നമുക്കറിയാം അപ്രഖ്യാപിതമായ പവർ കട്ട്, അതോടൊപ്പം തന്നെ ഈ വൈദ്യുതിയുടെ മുകളിലുള്ള വലിയ നിയന്ത്രണം, ഇതൊക്കെ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നു എന്നുള്ളതാണ്. UDF സർക്കാർ അധികാരത്തിൽ വന്നതോടുകൂടി അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ജനങ്ങളൊക്കെ തന്നെ, അല്ലെങ്കിൽ കേരളം ഒട്ടാകെ ഇരുട്ടിലാകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചത്. കഴിഞ്ഞ ഒരു 10 വർഷക്കാലം നടത്തിക്കൊണ്ടുവന്ന, അല്ലെങ്കിൽ മികച്ച രീതിയിൽ കൊണ്ടുവന്ന ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ താറുമാറലാകുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഇപ്പോൾ എളമക്കരയിലാണുള്ളത്. എളമക്കരയിൽ ഇപ്പോൾ അനിൽകുമാർ ഇവിടെയുള്ള ഈ ഒരു പ്രതിഷേധം ഉദ്ഘാടനം ചെയ്യുകയാണ്. നമുക്ക് അദ്ദേഹത്തിലേക്ക് തന്നെ പോകാം. UDF സർക്കാർ അധികാരത്തിലേക്ക് വരുന്ന ഒരു ഭരണമാറ്റം വന്നു, അതോടുകൂടി കേരളം ഇരുട്ടിലാകുന്ന ഒരു കാഴ്ചയാണ്. അല്ല, നമ്മളിത് നേരത്തെ പറഞ്ഞിരുന്നു, ഇങ്ങനെ ഒരു കാലം വരാൻ സാധ്യതയുണ്ടെന്നും ഇരുണ്ട കാലം തിരിച്ചു വരരുത് എന്നായിരുന്നു പ്രചരണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ കുന്തമുന. അന്ന് ആളുകൾ പ്രചരണം നടത്തി, ഇതെന്തിനാണ് LDF ഇങ്ങനെ പറയുന്നത്, ഇരുണ്ട കാലത്തെക്കുറിച്ച് നിങ്ങൾ എന്തിനാണ് ഓർമ്മിപ്പിച്ചതെന്നായിരുന്നു നമുക്കെതിരായി വന്ന ചില മാധ്യമങ്ങളുടെ പ്രചരണം. ഇപ്പോൾ എന്തായി? ഇപ്പോൾ സത്യത്തിൽ നമ്മളെല്ലാം ഭയന്നതുപോലെ തന്നെ ആ ഇരുണ്ട കാലം തിരിച്ചു വന്നു. ഇവിടെയാണെങ്കിൽ ഞങ്ങൾക്കുള്ളൊരു വൈകാരികമായ പ്രശ്നം ഞങ്ങളുടെ തൊട്ടടുത്താണ്, ഈ കുറച്ചപ്പുറത്താണ് ഞങ്ങളുടെ ഒരു സഹോദരി മെഴുകുതിരി കത്തിച്ച് അതിൻ്റെ അപകടത്തെ തുടർന്ന് മരണപ്പെട്ടു പോയ സംഭവം ഉണ്ടായത് കേരളത്തിൽ എല്ലാവരും ശ്രദ്ധിച്ചൊരു കാര്യമാണ്. അപ്പോൾ സ്വാഭാവികമായും കേരളത്തെ ഇരുണ്ട കാലത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. യാതൊരു തയ്യാറെടുപ്പും നടത്തിയില്ല. വൈദ്യുതി വാങ്ങണമായിരുന്നെങ്കിൽ അത് മുൻകൂട്ടി തയ്യാറാക്കി റെഗുലേറ്ററി ബോർഡിൻ്റെ അടക്കം അംഗീകാരം വാങ്ങി ചെയ്യേണ്ട ഒരു കാര്യമായിരുന്നു. ശ്രീ VD സതീശൻ പറഞ്ഞത് അങ്ങേയറ്റം തെറ്റാണെന്ന് എല്ലാവർക്കും മനസ്സിലായി. സതീശൻ എന്ത് പറഞ്ഞാലും അത് തെറ്റാണെന്ന് കുറച്ച് ദിവസം കഴിയുമ്പോൾ, ചില ദിവസം വൈകുന്നേരം തന്നെ തെളിയിക്കപ്പെടുന്നുണ്ട്. കാരണം വൈദ്യുതി വാങ്ങാനുള്ള പഴയ കരാറ് സാങ്കേതികമായ നടപടിക്രമങ്ങൾ പാലിച്ചിരുന്നില്ല, നിയമപരമായ നടപടിക്രമങ്ങൾ പാലിച്ചില്ല, റെഗുലേറ്ററി കമ്മീഷൻ്റെ അനുമതി വാങ്ങാത്തതുകൊണ്ടാണ് അത് റദ്ദാക്കിയത് എന്ന് എല്ലാവർക്കും മനസ്സിലായതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ സർക്കാരിൻ്റെ ഉത്തരവാദിത്വരഹിതമായ പ്രവർത്തനമാണ് കേരളത്തെ ഇരുട്ടിലാക്കിയത്. അതിൻ്റെ ഒരു പ്രതിഷേധമാണ് നിങ്ങളിവിടെ കാണുന്നത്. കുട്ടികൾ മുതൽ മുതിർന്ന ആളുകൾ വരെ എല്ലാവരും ഇതുകൊണ്ട് പ്രയാസപ്പെടുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ് എളമക്കര ലോക്കൽ കമ്മിറ്റി സംഘടിപ്പിച്ചിട്ടുള്ള ഈ പരിപാടിയിൽ ഇവിടെയുള്ള ഈ പരിസരത്തുള്ള ഞങ്ങളുടെ മുൻ കൗൺസിലറായ അനിത ജ്യോതിയുടെ വീട്ടിൽ എല്ലാവരും വരാനുള്ളൊരു കാരണം, തൊട്ടടുത്തുള്ള ആളുകളൊക്കെ വരാൻ കാരണം ഇതാണ്. ഈ കഴിഞ്ഞ 10 വർഷക്കാലം ഇത്തരത്തിൽ ജനങ്ങൾക്ക് വൈദ്യുതി നൽകുന്നതിൽ കൃത്യമായൊരു പ്ലാനിംഗ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ വൈദ്യുതി മന്ത്രി പറയുന്നത് മഴ പെയ്യാൻ വേണ്ടി പ്രാർത്ഥിക്കാമെന്നൊക്കെയാണ്. അല്ല, മഴ പെയ്യാൻ വേണ്ടി പ്രാർത്ഥിക്കണം. പിന്നെ ബഹുമാനനായ ആര്യാടൻ മുഹമ്മദ് പണ്ട് പറഞ്ഞത് ഇദ്ദേഹം ആവർത്തിക്കുന്നത് നമ്മളെല്ലാം കേട്ടു. ഏത്? നിങ്ങൾ ഫ്രിഡ്ജ് ഓഫ് ചെയ്തിടണം, നിങ്ങൾ TV ഓഫ് ചെയ്തിടണം, വൈകുന്നേരമായി കഴിഞ്ഞാൽ കുറേ സമയം നിങ്ങൾ കൂടുതൽ വൈദ്യുതി ചിലവ് വരുന്ന ഒരു തരത്തിലുള്ള ഉൽപ്പന്നവും നിങ്ങൾ ഉപയോഗിക്കരുത് എന്നൊക്കെ പറയുന്നത് നമ്മൾ കേട്ടു. ഇത് പഴയ കാലത്ത് ഉണ്ടായിരുന്നതാണ്. 10 കൊല്ലമായിട്ട് ആരും കേട്ട കാര്യമല്ല. അപ്പോൾ കാലം മാറി. പഴയതുപോലെ മഴയല്ല പ്രശ്നം എന്ന് എല്ലാവർക്കും മനസ്സിലായി. കാരണം വൈദ്യുതി വാങ്ങാൻ കഴിയും, വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വാങ്ങാൻ കഴിയും, ഉൽപ്പാദിപ്പിക്കുന്ന ആളുകളിൽ നിന്ന് വാങ്ങാൻ കഴിയും. സത്യത്തിൽ ഇതിൻ്റെ നിരക്കൊന്നും ഇങ്ങനെയൊന്നും വരില്ലായിരുന്നു. കേരളത്തിലെ പോലെ വൈദ്യുതി ഉൽപ്പാദനവും വിതരണവും എല്ലാം പൊതുമേഖലയിലായിരുന്നെങ്കിൽ നമുക്ക് ഇത്രയും വില കൊടുത്ത് വൈദ്യുതി വാങ്ങേണ്ട കാര്യമില്ലായിരുന്നു. അദാനിയും അംബാനിയൊക്കെ ഏൽപ്പിക്കാൻ തുടങ്ങിയത് കോൺഗ്രസ്സാണ്, UPA സർക്കാരാണ്, ഇവരാണ്. ഇപ്പോൾ കണ്ടില്ലേ, പാറ്റ സമരം നടന്നപ്പോൾ ശ്രീമതി സോണിയാഗാന്ധി ഹിന്ദു പത്രത്തിൽ എഴുതിയ ലേഖനം ഇന്നലെ ഉണ്ടായി. നമ്മുടെ കണ്ണഞ്ചിപ്പിക്കുന്ന ലേഖനമാണ്. പൊതു വിദ്യാഭ്യാസം ഉണ്ടാകണം, സർക്കാർ സ്കൂളുകൾ ഉണ്ടാകണം, സ്വകാര്യവൽക്കരിക്കരുത് സ്കൂളുകൾ, എഞ്ചിനീയറിംഗ് കോളേജുകൾ സ്വകാര്യ മേഖലയിൽ തുടങ്ങരുതെന്ന് ശ്രീമതി സോണിയാഗാന്ധി ഇന്നലെ എഴുതുകയാണ്, ഇന്നലത്തെ പാറ്റ സമരത്തിൻ്റെ പ്രത്യാഘാതത്തിൽ. അപ്പോൾ സ്വാഭാവികമായും നമ്മളെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ നേരത്തെ മുതലേ പറഞ്ഞിരുന്ന ഒരു കാര്യം ശരിയായിരുന്നു എന്ന് തെളിയിക്കുന്നതാണ് ഇപ്പോൾ വന്നിട്ടുള്ള ഈ പവർ കട്ടും അതിനെ തുടർന്നുണ്ടായ പ്രശ്നങ്ങൾ. തീർച്ചയായും അങ്ങനെ തന്നെയാണ്. അതായത് UDF സർക്കാർ അധികാരത്തിലേക്ക് എത്തി 1 മാസം കഴിയുന്നതോടുകൂടിയാണ് ഇത്തരത്തിൽ വലിയൊരു പ്രതിസന്ധി ഉണ്ടാകുന്നത്. കഴിഞ്ഞ 10 വർഷക്കാലം കൃത്യമായ രീതിയിൽ പ്ലാനിങ്ങോടെ നടന്ന ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ താറുമാറാകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അതിൻ്റെ ആ ഒരു പശ്ചാത്തലത്തിലാണ് CPMൻ്റെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം സംസ്ഥാനത്തൊട്ടാകെ നടന്നുകൊണ്ടിരിക്കുന്നത്. അവന്തിക.